next tag is form tag. So form നമുക്കൊരു ഏരിയയിൽ ഇപ്പോൾ ഒരു ഫോം, ഇപ്പോൾ നോർമലി നമ്മൾ എന്താ ഫോം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഡാറ്റാസ് എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യും. സോ സെയിം ഫോം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോം ടാഗ് യൂസ് ചെയ്യുന്നത്. ഫോം ടാഗിൻ്റെ അകത്ത് പല ഇൻപുട്ട് ടൈപ്സ് ഉണ്ടാവും. ഇൻപുട്ട് ഇപ്പോൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, എ ഫോം എലമെൻറ്റ് കണ്ടെയ്ൻസ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻപുട്ട് ടാഗ്സ്. സോ ഇൻപുട്ട് ടാഗ്സ് ഇൻപുട്ട് എന്നറിയില്ല, ഇൻപുട്ട് ചെയ്യില്ലേ, സോ അതിന് വേണ്ടിയിട്ടാണ് ഇൻപുട്ട് ടാഗ് യൂസ് ചെയ്യുന്നത്. സോ ഇൻപുട്ടിൽ തന്നെ പല ടൈപ്പ് ഉണ്ട്. ടെക്സ്റ്റ് വരാം, ചെക്ക് ബോക്സ് വരാം. ചെക്ക് ബോക്സ് അറിയില്ല, നമ്മളിങ്ങനെ ചെക്ക് ചെയ്ത് പോകും, അതാണ് ചെക്ക് ബോക്സ്. റേഡിയോ ബട്ടൺസ് ഉണ്ടാവും. റേഡിയോ ബട്ടൺസ് ഇപ്പോൾ നമ്മൾ മെയിൽ ഫീമെയിൽ ജെൻഡർ ചൂസ് ചെയ്യുമ്പോൾ മെയിൽ ഫീമെയിൽ റേഡിയോ ബട്ടൺ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. സോ ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെയാണ് നമ്മുടെ ഫോം യൂസ് ചെയ്യുന്നത്. സോ നമുക്കൊരു സാമ്പിളായിട്ടൊരു ഫോം ക്രിയേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഉള്ള ഫയൽ തന്നെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ഉള്ളതൊക്കെ നമുക്ക് കമൻറ്റ് ചെയ്യാം. സോ കമൻറ്റിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. സോ ഫോം ടാഗിൽ ഫസ്റ്റ് ഒരു ഫോം എന്നുള്ള ഒരിതുണ്ടാവും. ആക്ഷൻസ് എന്ത് ആക്ഷനാണ് ചെയ്യുന്നതെന്ന് അത് നമ്മൾക്കിപ്പോൾ വാലിഡേറ്റ് ആവേണ്ട ആവശ്യമില്ല. സോ ഫോമിൻ്റെ അകത്ത് ഇൻപുട്ട് ടാഗ്സ് ഉണ്ടാവും. ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് ഉണ്ടാവും. ടെക്സ്റ്റ് അറിയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഫോമിലോട്ട് പോയാൽ റീലോഡ് അടിക്കാം. ഇതാണ് ടെക്സ്റ്റ് ഉണ്ടാവും. പിന്നെ ഇൻപുട്ടിൽ ഇപ്പോൾ ഒരു ലാബൽ കൊടുക്കണമെങ്കിൽ ലാബൽ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. സോ ലാബൽ എന്താ നെയിം എന്ന് കൊടുക്കാം. ഇവിടെ ഒരു ഫോർ എന്നുള്ളൊരു ആട്രിബ്യൂട്ട് ഉണ്ട്. ഫോർ എന്ന് പറഞ്ഞാൽ ഏതിനാണോ നമ്മൾ നെയിം ലാബിൽ കൊടുക്കുന്നത് അതിൻ്റെ ഐ ഡി എന്ന് പറഞ്ഞാൽ ഐഡിയിലോട്ടൊക്കെ നമ്മൾ വരുന്നുണ്ട്. ഓരോന്നിനും യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ഐഡിയും ക്ലാസ്സൊക്കെ യൂസ് ചെയ്യുന്നത്. സോ നെയിം എന്ന് കൊടുക്കാം. സോ ഇതിൽ ഐ ഡി ആയിട്ട് ഞാൻ നെയിം എന്ന് കൊടുക്കുന്നുണ്ട്. സോ ഈ നെയിമിനാണ് ഈ നെയിം എന്നുള്ളതിന് അതിനൊരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഫോർ യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ നെയിം എന്ന് അതിന് നേരെ നമ്മൾ ഫോം വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ലാബിൽ കൊടുക്കാം ഫോർ ഇമെയിലിന് വേണ്ടിയിട്ട്. സോ ഇമെയിൽ എന്ന് കൊടുക്കാം. ഇൻപുട്ട് ടൈപ്പ് ഇമെയിൽ എന്ന് പറഞ്ഞൊരു ടൈപ്പ് ഉണ്ട്. സോ ആ ടൈപ്പ് യൂസ് ചെയ്യാം. ഐ ഡി ആയിട്ട് ഇമെയിൽ കൊടുക്കാം. സോ ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ പോയാൽ ഇപ്പോൾ 2 ടാഗ് വന്നിട്ടുണ്ട്, നെയിം ഉണ്ട്, ഇമെയിൽ ഉണ്ട്. സോ നെക്സ്റ്റ് ടൈപ്പ് വരുന്നത് ലാബൽ ഫോർ ജെൻഡർ കൊടുക്കാം. നമുക്ക് ഇൻപുട്ട് ടൈപ്പ് റേഡിയോ ബട്ടൺസ് കൊടുക്കാം. സോ ജെൻഡർ എന്ന് കൊടുക്കുന്നു. ഇവിടെ ഇൻപുട്ടിൽ ടൈപ്പ് ഏതാണോ ടൈപ്പ് എന്താ ഇപ്പോൾ റേഡിയോ ആണ്. റേഡിയോയിൽ തന്നെ എന്താ ഐ ഡി വരുന്നുണ്ട് ജെൻഡർ. സോ അടുത്ത ലേബൽ കൊടുക്കാം ഫോർ. നമുക്കിവിടെ ജെൻഡർ ഓൾറെഡി കൊടുത്തുകൊണ്ട് ജെൻഡർ മെയിൽ എന്ന് കൊടുക്കാം. ഇവിടെ ജെൻഡറിന് പകരം ഫീമെയിൽ കൊടുക്കാം കേട്ടോ. ഒരു ഹെഡിങ് കൊടുത്തിട്ട് മെയിലാണോ ഫീമെയിലാണോ എന്ന് കൊടുക്കൂലേ, സെയിം കൺസെപ്റ്റാണ്. മെയിൽ എന്ന് കൊടുത്തു. ഐ ഡി ജെൻഡർ മതി. ദെൻ ഫീമെയിൽ എന്ന് കൊടുക്കാം. ഇൻപുട്ട് ടൈപ്പ് റേഡിയോ, ഐ ഡി ജെൻഡർ മെയിൽ ഓക്കെ. ഇത് രണ്ടും ഡിഫറെൻ്റായി പോയിട്ടുണ്ട്, വേണമെങ്കിൽ നമുക്ക് മാറ്റാം. സോ ഇവിടെ മെയിലാക്കാം, ഇവിടെ ഫീമെയിലാക്കാം. സോ ഫീമെയിൽ മെയിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ടും ക്ലിക്ക് ആവുന്നുണ്ട്, കണ്ടോ, അൺക്ലിക്ക് ആവുന്നുമില്ല. സോ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ രണ്ടിനും സെയിം നെയിം കൊടുത്താൽ നമുക്കത് രണ്ടും യൂസ് ചെയ്യാൻ പറ്റും. സോ ജെൻഡർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്ന് ഔട്ട് ഓഫ് ക്ലിക്ക് ആവുന്നതും അതിന് വേണ്ടിയിട്ട് നെയിം യൂസ് ചെയ്യാം. സോ നെയിം ജെൻഡർ കൊടുക്കാം. സെയിം ഇൻപുട്ടിൽ നെയിം ജെൻഡർ കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്നേ ക്ലിക്ക് ആവുള്ളൂ, മറ്റേ ക്ലിക്ക് ആകുമ്പോൾ മറ്റേത് അൺക്ലിക്ക് ആവും. സോ ഇതാണ് റേഡിയോ ബട്ടൺസ്. നെക്സ്റ്റ് വരുന്നതാണ് ചെക്ക് ബോക്സ്. സോ നമുക്കൊരു ഇൻപുട്ട് ചെക്ക് ബോക്സ് കൊടുക്കാം.
ടൈപ്പ് ചെക്ക് ബോക്സ്. സോ ചെക്ക് ബോക്സ് കൊടുക്കുമ്പോൾ ചെക്ക് ബോക്സ് വന്നിട്ടുണ്ട്. ടിക്ക് ഇട്ടിട്ട് നമുക്ക് ടിക്ക് അൺടിക്കും കൊടുക്കാൻ പറ്റും. അതാണ് ചെക്ക് ബോക്സ്. നെക്സ്റ്റ് വരുന്നൊരു ടൈപ്പ് സബ്മിറ്റാണ്. സോ ഇപ്പോൾ എന്തെങ്കിലും ബട്ടൺസ് അല്ലെങ്കിൽ നമ്മൾ ഫോം സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സബ്മിറ്റ് ഇൻപുട്ട് യൂസ് ചെയ്യണം. നമുക്കിപ്പോൾ ഫോം സബ്മിറ്റ് ചെയ്യണമെങ്കിൽ ഈ സബ്മിറ്റ് ആയിട്ടുള്ള ഇൻപുട്ട് യൂസ് ചെയ്യണം. സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഫോം സബ്മിറ്റ് ആവും. സോ ഈ ഫോം ഇപ്പോൾ സബ്മിറ്റ് ആവണമെങ്കിൽ നമ്മൾ ഈ ടൈപ്പ് സബ്മിറ്റ് കൊടുക്കണം. അതൊരു ടൈപ്പാണ്. ദെൻ നെക്സ്റ്റ് ഉള്ളത് ഇൻപുട്ട് ടൈപ്പ് ബട്ടൺ. സോ ബട്ടണായിട്ട് ഇതിനെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. സോ അതിനാണ് ബട്ടൺ ഇൻപുട്ട്. ബട്ട് ഇതിനുള്ളിൽ എന്തെങ്കിലും ടെക്സ്റ്റ് കൊടുക്കണം. ടെക്സ്റ്റ് കൊടുത്താലേ ഇതൊരു ബട്ടണായിട്ട് നമുക്ക് പേരെന്തെങ്കിലും കിട്ടുള്ളൂ. സോ സബ്മിറ്റിനും ബട്ടണിനും ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സബ്മിറ്റിൽ ഓൾറെഡി സബ്മിറ്റ് എന്നുള്ള ടെക്സ്റ്റ് വെച്ചിട്ടാണ് വരിക. ബട്ട് ബട്ടണിൽ ടെക്സ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇൻപുട്ട് മാത്രമല്ല, ബട്ടൺ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ക്ലിക്കബിൾ ബട്ടൺസ് കിട്ടും. സോ റീലോഡ് ആക്കിയാൽ ക്ലിക്കബിൾ ബട്ടൺസ് കിട്ടും. സോ ഇങ്ങനെയാണ് ഒരു ഫോം ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഫോമിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ ഇൻപുട്ട് ബോക്സ് ഉണ്ടാവും, ബട്ടൺസ് ഉണ്ടാവും. സോ അതൊക്കെ ഫില്ല് ചെയ്തിട്ട് നമ്മളിപ്പോൾ ടെക്സ്റ്റ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ ഓരോന്ന് ഫില്ല് ചെയ്യും. ഇതൊക്കെ സ്റ്റൈൽ കൊടുക്കുമ്പോൾ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ CSൻ്റെ നമുക്ക് മാറ്റാം. ഓരോന്ന് ക്ലിക്ക് ചെയ്യും, ഇത് സബ്മിറ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ ഇത് സബ്മിറ്റ് ആവും. സോ അത് ഇൻവാലിഡ് ഇമെയിലാണ് കൊടുക്കുന്നത്. സോ സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് കണ്ടോ, ഫോം മൊത്തമായിട്ട് സബ്മിറ്റായി. സോ ദാറ്റ് ഈസ് ഫോംസ്. സോ ഫോം എലമെൻറ്റിൽ ഇനി നിങ്ങൾ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ഡയറക്റ്റ് സ്ട്രൈറ്റ് അടിയിലോട്ടൊക്കെ ആക്കിയിട്ട് നോക്കുക. സോ സ്റ്റൈൽസ് വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. ഇപ്പോൾ കുറച്ച് ഡിസൈൻ കാണാനുണ്ടാവില്ല, കാരണം HTML നമ്മൾ സ്ട്രക്ചർ ചെയ്യാൻ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. സ്റ്റൈൽസ് CSS യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റൈൽ ചെയ്യുക. സോ CSSലാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇൻട്രാക്റ്റീവ് ആവും, കുറച്ചും കൂടെ ഇതുണ്ടാവും, ഇതൊക്കെ ചെയ്യണം, കംപ്ലീറ്റ് ആക്കണം എന്നുള്ളൊരു നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ വരും. സോ HTML ജസ്റ്റ് സ്ട്രക്ചർ ബിൽഡ് ചെയ്യാനാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്റ്റൈൽ ഇല്ലാത്ത രീതിയിൽ നമുക്ക് വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാം. സോ ഇതാണ് ഫോം എലമെൻറ്റ്. ഇത്രയൊക്കെ ടാഗ്സ് ആണ് മെയിനായിട്ട് വരുന്നത്. ഇനിയും കുറേ ടാഗ്സ് ഉണ്ട്. സോ അതിലൊക്കെ ഒന്ന് നമ്മൾ W3 സ്കൂളൊക്കെ പോയിട്ട് അതിലൂടെയൊക്കെ ഒന്ന് കവർ ചെയ്ത് പോവാം. മെയിനായിട്ട് വരുന്ന ടാഗ്സ് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വരുന്നത് ബ്ലോക്ക് ആൻഡ് ഇൻലൈൻ എലമെൻറ്റ്സ് ആണ്. സോ നമ്മുടെ എലമെൻറ്റ്സിൽ ടാഗ്സിൽ 2 ടൈപ്പ് എലമെൻറ്റ്സ് വരുന്നുണ്ട്. ബ്ലോക്ക് വരുന്നുണ്ട്, ഇൻലൈൻ വരുന്നുണ്ട്. സോ ബ്ലോക്ക് എന്താണെന്ന് നോക്കാം. എ ബ്ലോക്ക് ലെവൽ എലമെൻറ്റ് ഓൾവേസ് സ്റ്റാർട്ട് ഓൺ എ ന്യൂ ലൈൻ ആൻഡ് ദ ബ്രൗസേഴ്സ് ഓട്ടോമാറ്റിക്കലി ആഡ് സം സ്പേസ് എ മാർജിൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ എലമെൻറ്റ്. അതായത് ഇതെപ്പോഴും പുതിയ ലൈനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏത് ബ്ലോക്ക് എലമെൻറ്റ് എടുത്താലും അത് പുതിയൊരു ലൈനിലോട്ട് സ്റ്റാർട്ട് ചെയ്യും. സോ അതാണ് ബ്ലോക്ക് എലമെൻറ്റ്. എ ബ്ലോക്ക് ലെവൽ എലമെൻറ്റ് ഓൾവേസ് ടേക്സ് അപ്പ് ദ ഫുൾ വിഡ്ത്ത് അവൈലബിൾ. അതായത് നമ്മുടെ ബ്രൗസറിൻ്റെ ഫുൾ വിഡ്ത്തും അതെടുക്കും. സോ അതാണ് ബ്ലോക്ക് എലമെൻറ്റ്സ്. സോ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. അഡ്രസ്സ്, ആർട്ടിക്കിൾ, അസൈഡ്, ഡിവ്. സോ ഡിവ് ഒരു ബ്ലോക്ക് എലമെൻ്റ് ആണ്. നേരത്തെ നമ്മൾ നോക്കിയപ്പോൾ മനസ്സിലായില്ലേ, ഫുൾ വിഡ്ത്ത് എടുത്തായിരുന്നു. സോ നമുക്കതിനൊരു എക്സാമ്പിൾ ചെയ്യാം. സോ ഞാനിവിടെ ഒരു ഡിവ് ഇട്ടിട്ടുണ്ട്, ഹലോ എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ നമ്മൾ ഈ ഹലോ എന്നുള്ളതൊന്ന് ഇൻസ്പെക്ട് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫുൾ വിഡ്ത്ത് എടുത്തിട്ടുണ്ട്. ഫുൾ വിഡ്ത്ത് എടുത്തിട്ടുണ്ട്. സോ ഇതാണ് ബ്ലോക്ക് എലമെൻറ്റ്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ഡിവ് ഇടുകയാണ്, ഹേ എന്നിട്ടാൽ ഇത് നെക്സ്റ്റ് ലൈനിലേ വരുള്ളൂ. അത് നെക്സ്റ്റ് ലൈനിലോട്ട് വന്നു. സോ ഇതാണ് ബ്ലോക്ക് എലമെൻറ്റ്സ്. സോ നെക്സ്റ്റ് ഇൻലൈൻ എലമെൻറ്റ്. ഇൻലൈൻ എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ an inline element does not start a new line. അതായത് പുതിയ ലൈനിൽ സ്റ്റാർട്ട് ചെയ്യില്ല, ആ ലൈനിൽ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് പോകും. ഇൻലൈൻ എലമെൻറ്റ് ഓൺലി ടേക്സ് അപ്പ് ആസ് മച്ച് വിഡ്ത്ത് ആസ് നെസസറി. അതായത് ഇപ്പോൾ ഒരു പി ടാഗിന് എത്ര സൈസാണുള്ളത് ആ സൈസ് മാത്രമേ എടുക്കുള്ളൂ. സോ അതിന് എക്സാമ്പിളാണ് എ ടാഗ് ഉണ്ട്, കുറേ ടാഗ്സ് ഉണ്ട്, ബി ഉണ്ട്, വീഡിയോ ഉണ്ട്, ബിഗ്, BR, ഇതൊക്കെ ഓരോരോ ടാഗ്സ് ആട്ടോ. ബട്ടൺസ് ഉണ്ട്, സിറ്റീസ്. സോ നമുക്ക് ബട്ടൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. സോ ഞാനൊരു ബട്ടൺ ഹലോ വേൾഡ് എന്ന് എഴുതി. ഇനിയിപ്പോൾ ഇതിൽ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവും ഇത് കറക്റ്റ് ആ വിഡ്ത്ത് മാത്രമേ എടുത്തിട്ടുള്ളൂ, എത്ര അതിന് വേണ്ട. ഇനിയിപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ സൈസ് കുറച്ചും കൂടെ കൂടുതൽ കാര്യം ബട്ടൺസിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള വിഡ്ത്തും കൂടെ എടുക്കും, അല്ലാതെ ഫുൾ വിഡ്ത്ത് എടുക്കില്ല. ഇനിയിപ്പോൾ പുതിയൊരു ബട്ടൺസ് ഞാനിവിടെ കൊടുക്കുകയാണ്. സോ പുതിയൊരു ബട്ടൺ, ഹേ ദിസ് ഈസ് ബ്രിജിയോൺ.
ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അത് ആ ലൈനിലോട്ട് തന്നെ വരും. സോ അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റിലോട്ട് വരും. സോ ഇതാണ് ഇൻലൈൻ എലമെൻറ്റ്. സോ ഇങ്ങനെ 2 ടൈപ്പ് എലമെൻറ്റ്സ് ഉണ്ട്. ബ്ലോക്ക് എലമെൻറ്റ്സ് ഉണ്ട്, ഇൻലൈൻ എലമെൻറ്റ്സ് ഉണ്ട്. ബ്ലോക്ക് എലമെൻറ്റ്സ് ആണെങ്കിൽ ഫുൾ വിഡ്ത്ത് എടുക്കും. ഇൻലൈൻ എലമെൻറ്റ്സ് അതിന് വേണ്ട സ്പേസ് മാത്രമേ എടുക്കുകയുള്ളൂ. സോ അത്ര മനസ്സിലാക്കി വെക്കുക. കുറച്ച് എക്സാമ്പിൾസും കൂടെ നോക്കി വെക്കുക. ഇൻ്റർവ്യൂസിനൊക്കെ കൂടുതലായിട്ട് ചോദിക്കുന്ന 2 ക്വസ്റ്റ്യനാണ് ഇൻലൈൻ എലമെൻറ്റ്സ് എന്താ, ബ്ലോക്ക് എലമെൻറ്റ്സ് എന്താണെന്നുള്ളത്. സോ ദാറ്റ്സ് അബൌട്ട് ഇൻലൈൻ ആൻഡ് ബ്ലോക്ക് എലമെൻറ്റ്സ്. സോ നെക്സ്റ്റ് ഈസ് ക്ലാസ് ആൻഡ് ഐ ഡി. സോ നേരത്തെ നമ്മൾ ഒരു ഐ ഡി നോക്കിയത് നമ്മളെ ഇൻപുട്ടിൽ 4ൽ നേരെ ഐ ഡിയിലോട്ട് കണക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ക്ലാസ്സും ഐ ഡി എന്താണെന്ന് നോക്കാം. So class attribute used by JavaScript to access and manipulate element with the specific class name. സോ ഒരു സ്പെസിഫിക് ക്ലാസ് നെയിം വെച്ചിട്ട് നമുക്ക് ഈ ജാവാസ്ക്രിപ്റ്റിലോട്ട് ആക്സസ് ചെയ്യാൻ പറ്റും ഓരോ എലമെൻറ്റ്സും. അതായത് നമ്മൾ സി എസിലും ആക്സസ് ചെയ്യും കേട്ടോ, ജാവാസ്ക്രിപ്റ്റിൽ മാത്രമല്ല സി എസിലും ആക്സസ് ചെയ്യും. സി എസിലും ജാവാസ്ക്രിപ്റ്റിലും ഓരോ എലമെൻറ്റ്സും ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാസ് ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. സോ HTML എലമെൻറ്റ്സ് ക്യാൻ ബിലോങ്സ് ടു മോർ ദാൻ വൺ ക്ലാസ്. അതായത് ഒരു HTML ഫയലിൽ നമുക്ക് കുറേ സെയിം ക്ലാസ് കുറേ ഡിവിനോ അല്ലെങ്കിൽ കുറേ ടാഗ്സിനോ കൊടുക്കാൻ പറ്റും. സോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതൊന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാനിവിടെ ഒരു ഡിവ് കൊടുത്തു. ഡിവ് ക്ലാസ് നെയിം, ക്ലാസ് ഒരു ഔട്ടർ ബോക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ഇതൊരു ക്ലാസ്സാണ്. സോ ഈ ക്ലാസ് ഞാൻ സ്റ്റൈൽ ആട്രിബ്യൂട്ട് ഉണ്ട്. സ്റ്റൈലിലോട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വരാം. സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ CSS ആണ്. CSSൻ്റെ കോഡാണ് നമ്മൾ സ്റ്റൈൽ ചെയ്തത്. സോ സ്റ്റൈൽ ഡോട്ട് ഇട്ടിട്ടാണ് നമ്മളെപ്പോഴും ക്ലാസ് നെയിം വിളിക്കുക. സോ ഔട്ടർ ബോക്സ് എന്ന് വിളിച്ചിട്ട് നമ്മൾ എന്ത് സ്റ്റൈൽ ഇതിൻ്റെ അകത്ത് കൊടുത്താലും അതൊക്കെ അതിൽ റിഫ്ലക്റ്റ് ആവും. സോ ഞാനിവിടെ ഒരു വിഡ്ത്ത് 100 px വിഡ്ത്ത് കൊടുത്താൽ നോർമൽ വിഡ്ത്ത് എത്ര വിഡ്ത്ത് വേണ്ട 100 px കൊടുത്തു. ഹൈറ്റ് സോ ഇങ്ങനെ ഒരു സിൻറ്റാക്സിൽ വരും കേട്ടോ. ഫസ്റ്റ് ഏതാണോ ഫീൽഡ് വരും, ഏതാണോ സ്റ്റൈൽ ചേഞ്ച് ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് ഒരു ഫുൾ കോളം വരും. നെക്സ്റ്റ് നമ്മൾ എന്താണ് വാല്യൂ കൊടുക്കേണ്ടത് അതും വരും. സോ അത് കഴിഞ്ഞിട്ടൊരു സെമി കോളനും ഉണ്ടാവും. 100 px കൊടുത്തു. ദെൻ ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ് കൊടുത്തു. ഇനിയിപ്പോൾ നമ്മൾ ബ്രൗസറിൽ പോയിട്ട് റീസ്റ്റാർട്ട് ചെയ്താൽ ആ ഡിവിന് കറക്റ്റ് ഹൈറ്റും വിഡ്ത്തും പിന്നെ റെഡ് കളറും വന്നിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് ക്ലാസ്സസ് യൂസ് ചെയ്യുന്നത്. സോ ഇനിയിപ്പോൾ വേറെ ഡിവ് കുറേ കോഡൊക്കെ ഞാൻ ഇവിടെ കുറേ കോഡൊക്കെ എഴുതി വേറെ ഡിവ് ഉണ്ട്. സോ ഇതിനും സെയിം രീതിയിൽ ക്ലാസ് ഔട്ടർ ബോക്സ് ഉണ്ടെങ്കിൽ നമ്മളവിടെ കൊടുത്താൽ സെയിം രീതിയിൽ അതിനും ക്ലാസ് വരും. സോ ഇങ്ങനെ മൾട്ടിപ്പിൾ എലമെൻറ്റ്സിൽ നമുക്ക് സെയിം ക്ലാസ് നെയിം യൂസ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ക്ലാസ്. ഇനിയിപ്പോൾ നമുക്ക് 2 ക്ലാസ് ഉണ്ട്. സോ ഇതിൽ മാത്രം ഞാനൊരു മെയിൻ എന്നുള്ളൊരു ക്ലാസ് കൊടുത്തിട്ടുണ്ട്. സോ മെയിനിലാണെങ്കിലോ വേറെ എന്തെങ്കിലും സ്റ്റൈലുണ്ട്. സോ മെയിനിൽ എന്താ ഒരു കളറ് ബ്ലാക്ക് എന്നുണ്ട്. സോ കളർ ബ്ലാക്ക് ഓർ ഒരു ബ്ലൂ കൊടുക്കാം. സോ നോർമലി എല്ലാ ടെക്സ്റ്റും ബ്ലാക്കിലാണ് വരിക. സോ ഞാനിവിടെ ടെക്സ്റ്റ് ഹലോ എന്ന് കൊടുത്തു. സോ ടെക്സ്റ്റിൻ്റെ കളർ മാറ്റാനുണ്ട്, കളർ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഹലോ കൊടുത്തു. ഇനിയിപ്പോൾ അതിൽ മാത്രം ഞാനൊരു ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്, അത് ബ്ലൂവിൽ വന്നു. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാസ് നെയിം യൂസ് ചെയ്യുന്നത്. സോ ഒരു ക്ലാസ് തന്നെ മൾട്ടിപ്പിൾ ക്ലാസ് നെയിം കൊടുക്കാൻ പറ്റും, അത് ആക്സസ് ചെയ്യാനും പറ്റും. ഇങ്ങനെ നമ്മൾ CSSൽ മാത്രമല്ല ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ ക്ലാസ്സും ID ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, സോ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ID. സോ ID യൂസ് ചെയ്തിട്ടും സെയിം ക്ലാസ് നെയിം പോലെയാണ്, പക്ഷേ IDക്ക് ഒരു ഡിഫറൻറ്റ് ഉണ്ട്. ID നമുക്ക് ഒറ്റ തവണ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. യുണീക്ക് ID യൂസ് ചെയ്യണം. മൾട്ടിപ്പിൾ ടൈംസ് മൾട്ടിപ്പിൾ എലമെൻറ്റ്സിന് യൂസ് ചെയ്യാൻ പാടില്ല. The HTML ID attribute is used to specify a unique ID for an HTML element. A unique ID സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ID യൂസ് ചെയ്യുന്നത്. You cannot have more than one element with the same ID in an HTML document. അതായത് ഞാൻ പറഞ്ഞ പോലെ more than one വരാൻ പാടില്ല. സോ ID എന്ന് കൊടുക്കാം. ID എന്ന് കൊടുത്തിട്ട് അതിൻ്റെ വാല്യൂ കൊടുക്കണം. സോ div തന്നെ ഞാൻ കൊടുത്തു. സോ ID ആക്സസ് ചെയ്യുമ്പോൾ എപ്പോഴും ഹാഷ് ഇട്ടിട്ടാണ് കോൾ ചെയ്യുക. സോ നമ്മൾ നേരത്തെ ക്ലാസ് ആക്സസ് ചെയ്തത് ഡോട്ട് ഇട്ടിട്ടാണ്, ബട്ട് ഹാഷ് ഇട്ടിട്ടാണ് div അല്ല ID ആക്സസ് ചെയ്യുന്നത്. സോ ഇതിൽ കളർ ഞാൻ ഒരു ഗ്രീന് കൊടുക്കാം. സോ ഫസ്റ്റത്തേനാണ്. സോ ഗ്രീനായിട്ട് വന്നിട്ടുണ്ട്. സോ ഇതാണ് ID യുണീക്കായിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള മാത്രം നോക്കി വെക്കുക. ക്ലാസ്സിലാണെങ്കിൽ മൾട്ടിപ്പിൾ യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഓരോരോ നമുക്കിനി കൂടുതലായിട്ട് വരാനുണ്ട്. JSലൊക്കെ ID ഒക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യും. സോ പല രീതിയിലും പല സ്ഥലത്തും പല രീതിയിലാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. ക്ലാസ് ചില സ്ഥലത്ത് യൂസ് ചെയ്യും, ID ചില സ്ഥലത്ത് യൂസ് ചെയ്യും, അങ്ങനെയൊക്കെയാണ്. സോ ക്ലാസ് ID മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഇതിലോട്ട് പോവാം.
നെക്സ്റ്റ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ സ്റ്റൈൽ ആട്രിബ്യൂട്ട്. സോ സ്റ്റൈൽ ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇസ് യൂസ്ഡ് ടു ആഡ് സ്റ്റൈൽ ടു ആൻ എലമെൻറ്റ് സച്ച് ആസ് കളർ, ഫോണ്ട്, സൈസ് ആൻഡ് മോർ. ഇങ്ങനെ ഓരോ സ്റ്റൈൽസ് കൊടുക്കാനാണ് സ്റ്റൈൽ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. സിൻടാക്സ് ഒരു ടാഗ് നെയിം ഉണ്ടാവും, അതിൽ സ്റ്റൈൽ കൊടുക്കും. നമ്മൾ നേരത്തെ കൊടുത്തത് ഒരു സ്റ്റൈൽ എന്നുള്ളൊരു ടാഗ് യൂസ് ചെയ്തിട്ടാണ്. ഇനി ഇങ്ങനെയും കൊടുക്കാൻ പറ്റും ഇൻലൈനായിട്ട്. സോ അത് നമുക്ക് നോക്കാം. സോ നമുക്ക് ഓൾറെഡി ഉള്ള ക്ലാസ് നമുക്കൊന്ന് ഒഴിവാക്കാം. എന്നിട്ട് ഇതിന് പകരം സ്റ്റൈൽ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യാം. സ്റ്റൈൽ എന്ന് കൊടുക്കാം. സ്റ്റൈൽ കൊടുത്തിട്ട് വിഡ്ത്ത് സെയിം രീതിയിൽ നമ്മൾ നേരത്തെ എന്താണോ കൊടുത്തത് അതേപോലെ കൊടുക്കണം. സോ ഇതൊരു CSS ആണ്. CSS പഠിക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് വരും. ഇപ്പോൾ ജസ്റ്റ് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് അത്രേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. സോ ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലൂ കൊടുത്തു. ഇനി ഇതിനും സെയിം രീതിയിൽ നമുക്ക് സ്റ്റൈൽ കൊടുക്കാം. വിഡ്ത്ത് 100, ഒരു 200 കൊടുക്കാം. ഹൈറ്റ് 200. ഒരു കാര്യമുള്ളത്, നമ്മളെപ്പോൾ ഒരു സ്റ്റൈൽ കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് സെമി കോളൻ ഇടണം ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് മസ്റ്റാണ്. റെഡ് റീലോഡ് ആക്കുമ്പോൾ മാറിയിട്ടുണ്ട്. സോ ഇതാണ് സ്റ്റൈൽ ആട്രിബ്യൂട്ട്. സ്റ്റൈൽ ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ട് ഇനിയും പലതും ചെയ്യാൻ പറ്റും. നമുക്ക് ഫോണ്ട് സൈസൊക്കെ മാറ്റാൻ പറ്റും. ഫോണ്ട് സൈസ് ഒരു 35 px കൊടുത്താൽ 35 px 35 വലുതായിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് CSSൻ്റെ ക്ലാസ്സാണ്. സോ CSS മസ്റ്റായിട്ട് ഇരുന്ന് വാച്ച് ചെയ്യുക. CSSൽ നമ്മൾ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആവും. നമ്മൾ HTML പോലെ ആവില്ല. HTML കുറച്ച് ഒരു തിയറിറ്റിക്കൽ ആയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്കൊരു ചടപ്പൊക്കെ ഉണ്ടാവും. ബട്ട് CSSൽ പക്ക നല്ല പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ക്ലാസ്സസ് ആവും. നമുക്ക് ഈ സ്റ്റൈലും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേനും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. സോ CSSൻ്റെ ലാസ്റ്റ് നമ്മൾ ഒരു ഊബർ ഈറ്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഊബർ ഈറ്റ്സിൻ്റെ ഒരു സൈറ്റൊക്കെ ചെയ്യുന്നുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് വീഡിയോസ് ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. സോ ഇത്രേ ഉള്ളൂ HTML പക്ക ഈസിയാണ്, കുറച്ചേ ഉള്ളൂ. ഈ സ്ട്രക്ചർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് HTML യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് HTML. താങ്ക് യു ഫോർ വാച്ചിങ്.